അമേരിക്കയിൽ ഇന്ത്യൻ വംശജനെ തലയറുത്തു കൊലപ്പെടുത്തി. കർണാടക സ്വദേശിയായ 50-കാരൻ ചന്ദ്രമൗലി നാഗമല്ലയെയാണ് സഹപ്രവർത്തകൻ തലയറുത്തു കൊലപ്പെടുത്തിയത്. ഡല്ലാസിലെ ഡൗൺ ടൗൺ സൂട്ട്സ് മോട്ടലിലാണ് സംഭവം നടന്നത്. ഭാര്യയുടെയും 18 വയസ്സുകാരനായ മകന്റെയും മുന്നിൽ വെച്ചാണ് ചന്ദ്രമൗലിയെ സഹപ്രവർത്തകൻ കോബോസ് മാർട്ടിനസ് കൊലപ്പെടുത്തിയത്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അരുംകൊലയിൽ കലാശിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതിയാണ് സംഭവം നടന്നത്. മോട്ടലിൽ സഹപ്രവർത്തകയ്ക്കൊപ്പം മുറി വൃത്തിയാക്കുകയായിരുന്നു കോബോസ് മാർട്ടിനസ്. ഈ സമയത്ത് ചന്ദ്രമൗലി അവിടേക്ക് വരികയും വാഷിംഗ് മെഷീൻ പ്രവർത്തനരഹിതമാണെന്നും ഉപയോഗിക്കരുതെന്നും പറയുകയും ചെയ്തു. ഇതേ ചൊല്ലി ചന്ദ്രമൗലിയും കോബോസും തമ്മിൽ തർക്കമായി. പിന്നാലെ കോബോസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒരു കത്തിയുമായി തിരികെ വരികയും ചെയ്തു. പിന്നാലെ ചന്ദ്രമൗലിയെ ആക്രമിക്കാൻ തുനിഞ്ഞു. ഭയന്ന ചന്ദ്രമൗലി മോർട്ടലിന്റെ പാർക്കിംഗ് മേഖലയിലേക്ക് ഓടി. എന്നാൽ പിന്നാലെ എത്തിയ കോബോസ് ചന്ദ്രമൗലിയെ ആക്രമിക്കുകയായിരുന്നു. ചന്ദ്രമൗലിയുടെ നിലവിളി കേട്ട് ഭാര്യയും മകനും പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയെങ്കിലും കോബോസ് ആക്രമണം തുടർന്നു. ഭാര്യയുടെയും മകന്റെയും മുന്നിലിട്ടാണ് ചന്ദ്രമൗലിയെ കോബോസ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനു ശേഷം രക്തം പുരണ്ട കത്തിയുമായി പ്രതി അവിടെ തന്നെ തുടർന്നു. പോലീസ് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കോബോസിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളെ മുൻപ് മോഷണക്കുറ്റത്തിനും ആക്രമണം നടത്തിയതിനും അറസ്റ്റ് ചെയ്തിരുന്നതായും പോലീസ് അറിയിച്ചു.